ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് നമ്മുടെ ലൈനിനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ട് സൈഡിലോട്ടുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്. നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് എടുക്കാനും, പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും നടക്കുക എന്നാണ് ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. സോ ഏതായാലും ഞാൻ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് വളരെ ക്വിക്കായിരിക്കണം നമ്മുടെ ഒരു ഡിസിഷനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്കിങ്ങോ ഒക്കെ. അത് വേറൊന്നുമല്ല കാര്യം. നമ്മളുടെ സെറ്റപ്പ് പറഞ്ഞത് താഴത്തോട്ട് ട്രേഡ് എടുക്കാനും നമ്മളുടെ കൺവിക്ഷൻ പറയുന്നത് മേളിലേക്ക് ട്രേഡ് എന്നാണ്. സോ രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിജിലൻ്റ് ആയിട്ട് വേണം നമ്മൾ ട്രേഡിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡേഴ്സ്. സോ നമ്മുടെ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ആദ്യം വയ്ക്കാം. പക്ഷേ മേളിലോട്ട് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിൽ ക്ലോസ് തരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഏതായാലും പ്ലാനില്ല. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റെന്നോ ലോസെന്നോ വേണമെങ്കിൽ വല്ലതും പറയാം. ഓക്കെ, ഒരു 1000 രൂപ അടുപ്പിച്ച് ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. സോ പിന്നെ ഇവിടുന്ന് ഒരു ക്വിക്ക് റിവേഴ്സലോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, പക്ഷേ നമ്മളങ്ങനെ ട്രെയിൽ ചെയ്യാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ ഇവിടുന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വെച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 1300 വരെ ഇപ്പോൾ പ്രോഫിറ്റ് കാണിച്ചായിരുന്നു ട്രേഡേഴ്സ്. സോ പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇന്നലത്തെ ഇന്നലെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആദ്യം കമൻസിന് വേണ്ടി ചെയ്തിട്ടതേ ഒരിക്കലും അങ്ങനെ ആരും വിചാരിക്കല്ലോ. അപ്പോൾ ഒരു പുള്ളി സോറി പറഞ്ഞ് പുള്ളി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സോറി എന്നും പറഞ്ഞിട്ട് മച്ചാനെ അങ്ങനെ നമ്മൾ ഒരിക്കലും മച്ചാൻ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല. മച്ചാൻ കമൻറ്റ് ഇട്ടു, നോ പ്രശ്നം. എനിക്ക് അങ്ങനെയല്ല എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവാതെ വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡേഴ്സ്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിൽ അറിയാം ടാർഗറ്റ് ആയിരിക്കുമോ സ്റ്റോപ്പ് ലോസ് ആയിരിക്കുമോ എന്ന്. സോ ഇപ്പം ഞാൻ മാനുവലിയും സ്റ്റോപ്പ് ലോസ് ഒന്നും കൊടുത്തിട്ടില്ല, സിസ്റ്റം സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മിനിറ്റോളം നമുക്കിനിയും ബാക്കി വേണ്ട. ഓക്കെ, ഫൈൻ. നമ്മുടെ ലൈൻ്റെ മേളിലാണ്. ഓക്കെ, താഴത്തോട്ട് വീഴാനായിരുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ചട്ടപ്പട്ടേന്ന് വീണില്ല. സോ അതിൻ്റെ അർത്ഥം റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. സോ പക്ഷേ സാരമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് കാണിച്ചും തുടങ്ങുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. 663 ആണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് ട്രേഡ്. സോ 625ഉം 626ഉം ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഏതായാലും കൊടുക്കത്തില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ കാരണം വലിയൊരു ക്യാൻഡിലൊക്കെ ഫോം ചെയ്തൊരു വലിയൊരു മൊമെൻറ്റമൊക്കെ അത്യാവശ്യം മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു പാടായിരിക്കും. കാരണം പിന്നെ അതിൽ നിന്ന് റിക്കവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായി. ഒറ്റ സ്ട്രെച്ചിൽ വലിയൊരു ക്യാൻഡിൽ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒറ്റ സ്ട്രെച്ചിൽ വലിയൊരു ക്യാൻഡിൽസൊക്കെ ഫോം ആയി കഴിഞ്ഞാൽ സോ നമുക്ക് ഏതായാലും ചെറിയൊരു ലോസാണ് ട്രേഡേഴ്സ് റൺ ചെയ്യുന്നത്. നമുക്ക് ഏതായാലും നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇനിയിപ്പം മേളിലോട്ടാണ് ഒരു ക്ലോസ് കിട്ടണമെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡും വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഓക്കെ, കണ്ട അത്യാവശ്യം വലിയൊരു റെഡ് ക്യാൻഡിലായി ഫോം ചെയ്യുന്നൊരു 3000 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. പക്ഷേ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഈ ക്യാൻഡിലിൽ കൂടെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിലില്ല, ഈ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഇതുപോലെ റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ കണ്ട. ഓക്കെ, ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലായില്ലേ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അതിപ്പോൾ ജസ്റ്റ് ആ ക്യാൻഡിലിൻ്റെ ഹൈ കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ആ ക്യാൻഡിലിൻ്റെ ഹൈയെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 62 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്കിവിടെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഓക്കെ, ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിൽ ഓണായിരിക്കും.
എനിക്ക് തോന്നുന്ന ഒരു 90% നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. ഇനി ഓക്കെ, നമ്മളെപ്പോലെ സെല്ല് ചെയ്ത ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസസ് മുകളിലുണ്ടാവും. സോ അത് ഹിറ്റ് ചെയ്യാനായിരിക്കും മാർക്കറ്റിൻ്റെ പ്ലാൻ. സോ ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്നൊരു നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഇവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം.